നമസ്കാരം പ്രിയമുള്ളവരെ. വീഡിയോ വളരെ ഷോർട്ടായിട്ട് പറയാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കേൾക്കാതെ പോരുത് ആദ്യാവസാനം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നെയാണ് വിഷയം. രാഹുൽ മാങ്കൂട്ടം 2021 നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്താണ് ചാനൽ ചർച്ചകളിൽ സജീവമായി വരുന്നത്. ചാനൽ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടം എതിരാളികളെ അടിച്ചിരുത്തുന്നത് കണ്ടിട്ട് ഉമ്മൻചാണ്ടി സാർ പോലും മോക്കത്ത് കൈവച്ച് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഏത് ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നു, കുറേ പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ട് സംസാരിച്ചു തുടങ്ങിയ രാഹുൽ മാങ്കൂട്ടം കൃത്യമായ രീതിയിൽ ചാനൽ അവതാരകർക്കും തൻ്റെ എതിരാളികൾക്കും മറുപടി കൊടുത്തു പോകുന്ന സമയത്ത് പലപ്പോഴും ഈ ചാനൽ അവതാരകരുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവരുടെ കുൽസിതമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊടുക്കാതെ അവരെപ്പോലും വിമർശിച്ചുകൊണ്ട് നഖശിഖാന്തം എതിർത്തുകൊണ്ട് താൻ ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ ആളെന്ന നിലയിൽ, മുന്നണി പോരാളി എന്ന നിലയിൽ സംസാരിച്ചുകൊണ്ട് ആദ്യം ഉണ്ടാകുന്നത് ചാനൽ ചർച്ചയിൽ വരുന്ന CPM ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പ്. രണ്ടാമത് ഒട്ടുമിക്ക ചാനലിലെയും അവതാരകരുമായി ഏറ്റുമുട്ടൽ, അവരുടെ ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടി, പല ചോദ്യങ്ങളെ പുച്ഛിച്ച് തള്ളുന്നതൊക്കെ അന്നേ ഇവരുടെ തലച്ചോറിൽ യവൻ തങ്ങൾക്ക് പാരയാകുമെന്ന് മനസ്സിലാക്കിയിരുന്നു. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ പണി കൊടുക്കാൻ വേണ്ടി കാത്തിരുന്നവരാണ് മലയാളത്തിലെ മാപ്രകളെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതേ സമരമുഖത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി അയാൾ നിന്നു. നവകേരള യാത്രയോ കേരള യാത്രയോ കൊണ്ടൊക്കെ വന്ന ബസ്സും കക്കൂസോടുകൂടിയ ബസ്സും കൊണ്ടൊക്കെ വന്ന മുഖ്യമന്ത്രി തൻ്റെ സമര പോരാളികളായ ചെറുപ്പക്കാരൻ്റെ ദേഹത്തേക്ക് DYFIക്കാരൻ ചെടിച്ചട്ടി വെച്ച് തല്ലിപ്പൊട്ടിച്ച് അവൻ്റെ ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെടുത്തിയ സമയത്ത് എടൂ വിജയ എന്ന് വിളിക്കുകയും വീണ വിജയൻ്റെ പേര് പറയുകയും ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ പേരെടുത്ത് പറയുകയൊക്കെ ചെയ്യുകയും മുഖ്യമന്ത്രിയോടൊപ്പം അയാളുടെ കാറിൽ യാത്ര ചെയ്യേണ്ട ഗൺമാൻ വേറൊരു കാറിൽ ഗുണ്ടകളെ പോലെ നടന്ന് പോലീസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത പത്തൽ കൊണ്ട്, അതിന് പത്തൽ എന്നാണ് ആ ഭാഗത്ത് ആലപ്പുഴയൊക്കെ പറയുന്നത്, വലിയ കമ്പ്, ആ കമ്പ് വെച്ച് ചെറുപ്പക്കാരുടെ തല തല്ലിപ്പൊട്ടിച്ചപ്പോഴും നഖശിഖാന്തം എതിർക്കുകയും ആഭ്യന്തര വാഴി എന്നൊക്കെ വിളിച്ചപ്പോൾ, എടൂ വിജയ എന്ന് പല പ്രാവശ്യം വിളിച്ചപ്പോൾ അത് പിണറായി വിജയൻ എന്ന മനുഷ്യൻ്റെ തലച്ചോറിൽ ചെന്ന് കൊള്ളുകയായിരുന്നു ചെയ്തത്. ഈ 80-81 വയസ്സിനുള്ളിൽ നാളുവരെ തൻ്റെ മുഖത്ത് നോക്കിയോ അല്ലാതെയോ തന്നെ എടാന്നോ എടോന്നോ വിളിക്കാൻ ഈ കേരളത്തിൽ ഒരാൾ പോലും, ഒരു കോൺഗ്രസ്സുകാരൻ പോലും തയ്യാറാകാത്ത സമയത്ത് K. സുധാകരന് ശേഷം കേരള രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വരാൻ പോകുന്ന കോൺഗ്രസിൻ്റെ ഒരു വടവൃക്ഷത്തെ ഈ പറഞ്ഞ പിണറായി വിജയൻ അവിടെ അന്ന് കണ്ടു, കുറിച്ചിട്ടു. പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ. അവസരം വരുമ്പോൾ നിന്നെ ഞാൻ എടുത്തോളാം എന്നയാൾ പറഞ്ഞു. യവൻ വളർന്നു നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ തനിക്കും തൻ്റെ പ്രസ്ഥാനത്തിനും ഭാവിയിൽ ദോഷമാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആ ആളുടെ പേര് പിണറായി വിജയൻ. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് ആ പ്രസ്ഥാനത്തിലെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർ, കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവൻ്റെ വാക്കുകൾ കേൾക്കുകയും അവനെ ചേർത്ത് പിടിക്കാനും നിൽക്കുന്നത് കണ്ടപ്പോൾ കോൺഗ്രസിലെ ചില സ്ഥാനാർത്ഥിമുഖികൾക്കും സ്ഥാനമുഖികൾക്കും അത് ഹാലിളകി എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇതൊന്നും പറയാനല്ല ഞാൻ വന്നു വരുന്നത്, മൊത്തം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വന്തം മകനെപ്പോലെ കണ്ട് സ്വന്തം മകനെപ്പോലും മാറ്റി നിർത്തി ഏറ്റവും ചെറിയ പ്രായത്തിൽ കേരളത്തിൻ്റെ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും താലത്തിൽ വെച്ച് കൊടുത്ത K. കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ പുറംകാല് കൊണ്ട് ചവിട്ടി തുപ്പി അധികാരത്തിന് വേണ്ടി പോയ രമേശ് ചെന്നിത്തലയുടെ തലച്ചോറിലുദിച്ച ഒരു വൈരാഗ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഗതിയിലേക്ക് എത്തിക്കാനുള്ള മറ്റൊരു ഘടകം. രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിനും വളരാൻ വേണ്ടി ആവോളം വേണ്ട കാര്യങ്ങൾ നിശബ്ദമായി സതീശൻ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് സതീശൻ്റെ തല ചെയ്തികളെ ഇവർ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത സമയത്ത് വേറൊരു ഗ്രൂപ്പ് വിട്ടുപോകുന്നു എന്ന് കണ്ടപ്പോൾ അന്നേ അവൻ്റെ തലയിൽ ആണിയടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഷാഫി പറമ്പിൻ്റെ തലയിൽ ആണിയടിക്കാത്തതിൻ്റെ കാരണം അയാൾ ന്യൂനപക്ഷ സമുദായക്കാരനായതുകൊണ്ട് അയാളുടെ തലയിൽ ആണിയടിച്ചാൽ അത്രയേക്കില്ല എന്നറിഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തെരഞ്ഞു പിടിച്ച് ഈ ഷാഫിയുടെ നട്ടല് തകർക്കുക, അല്ലെ വലങ്കൈ തകർക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി സതീശനെടുത്ത ഒരു ആദ്യ പണി ചെറുതായി പോകും എന്ന് വിചാരിച്ച പണിയാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ഒറ്റ ചോദ്യമുള്ളൂ. തെരുവിൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ തല്ലുകൊള്ളുകയും അവൻ്റെ തലച്ചോറ് പോവുകയും കേൾക്കാതെ പോവുകയും കണ്ണു കാണാതിരിക്കുകയും നട്ടലിലൊടിഞ്ഞ് ഇന്നും ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് കഴിഞ്ഞ ഓണത്തിന് പോയി മൃഷ്ടാന്നം മുഖ്യമന്ത്രിയോടൊപ്പം അതിനെല്ലാം കാരണക്കാരനാവുകയും അതിനുശേഷം അവനെ ന്യായീകരിക്കുകയും ചെയ്തു. ഒരാൾ ഇപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ട് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്താൽ നമ്മൾ ആദ്യം അവനെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചെങ്കിൽ എതിർത്ത് പറയുകയും പിന്നീട് അവനുള്ള വാത്സല്യം മൂലം നമ്മളെ വേണം അവനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്നുമല്ലാതെ നിഷ്പക്ഷമായി നിൽക്കേണ്ട ഒരു ഭരണാധികാരി ഈ തെറ്റുകളെയെല്ലാം ഏറ്റെടുത്ത് ആ തെറ്റുകളെല്ലാം ശരിയാണെന്നും യവന്മാരെല്ലാം ക്രിമിനൽസ് ആണെന്നും അവന്മാർ ചെയ്തതെല്ലാം സർക്കാരിനെതിരെയാണ്, രാജ്യദ്രോഹ കുറ്റമാണ്,
അതിനകത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അയാളോടൊപ്പം പോയിരുന്ന് സദ്യ ഉണ്ട് ഏമ്പക്കം വിട്ട സതീശനാണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ ഒറ്റുകാരൻ എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞു എല്ലാ നിയമസഭയിൽ ലെറ്റ് മീ കംപ്ലീറ്റഡ് എന്ന് പറയുകയും നിയമസഭയിൽ അട്ടഹസിക്കുകയും കുറേ പേപ്പറുകൾ എടുത്ത് വെക്കുകയും അവിടെ ഇങ്ങനെ വലിയ ആൾ കളിച്ചു നിൽക്കുകയും ചെയ്തതിന് ശേഷം പുറത്തു വന്ന് മുഖ്യമന്ത്രിയോടൊപ്പം തമാശ പറയുകയും ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന സതീശനാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മറ്റൊരു ശാപം. ഇത് യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കുന്ന ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെ, ഇയാൾ ബോധ്യങ്ങളുടെ രാജാവാണല്ലോ, ഈ ബോധ്യങ്ങളെല്ലാം തിരിച്ചറിയാമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ എന്തുകൊണ്ട് ഇയാൾ ശാസിച്ചില്ല, അല്ലെ ഇയാൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അവനെ ധരിപ്പിച്ചില്ല? അപ്പോൾ അയാൾക്ക് രാഹുൽ മാങ്കൂട്ടോ പ്രസ്ഥാനമൊന്നോ വലുത് ഇമേജും പിണറായിയോടുള്ള സൗഹൃദമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഈ പറഞ്ഞ സാഹചര്യത്തിൽ യൗമനെ ഇടിച്ചിരുത്തണം എന്ന് വിചാരിച്ച സമയത്ത് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ തന്നോട് ആദ്യം പറഞ്ഞ പെൺകുട്ടിയും താനുമായി വളരെ അടുത്ത ആത്മബന്ധമുള്ളപ്പോൾ ആ സമയത്ത് തന്നെ തീർക്കേണ്ട ഒരു പ്രശ്നം തീർക്കാതെ പിണറായി വിജയൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത ആളിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണ്. നിങ്ങൾ നോക്കൂ, തങ്ങളുടെ അധികാര സ്ഥാനങ്ങൾ പോകുമെന്നും ഈ രണ്ട് ചെറുപ്പക്കാർ വളർന്നു വരുന്നത് തെറ്റാണെന്നും അങ്ങനെ വളർന്നു വരാൻ പാടില്ലെന്ന് വിചാരിച്ച് പ്രസ്ഥാനത്തേക്കാൾ വലുതാണ് തങ്ങളുടെ സ്ഥാനമെന്ന് വിചാരിച്ച കോൺഗ്രസ് നേതാക്കളാണ് ഇതിൻ്റെ ആദ്യ അവസാന കാരണക്കാർ. ഇനി മറ്റൊരു കാര്യം, കേരള നിയമസഭയിലെ ഉൾപ്പെടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ 90% ഇത്തരം ഈ പെണ്ണുപിടിയന്മാരാണെന്നാണ് പലരും പറയുന്നത്. എനിക്കറിയില്ല, വേണമെങ്കിൽ അത്യാവശ്യം ചിലർ പേരുകളും മറ്റു പലരും പറഞ്ഞ റെക്കോർഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് പുറത്തു വിടുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഒക്കെയുള്ള BJP-യിലൊക്കെ ഉള്ളവർ ഈ പണിയൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടം ചെയ്തപ്പോൾ മാത്രം ഇത്ര കുഴപ്പമെന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഇന്നും ഈ രാഹുലിനെ സ്വീകരിക്കാനും അവനോട് ഒട്ടു നിൽക്കുന്ന ആൾക്കാരുള്ളൂ എന്ന സത്യം. ഈ നേതൃത്വം എത്ര കണ്ട് എതിർത്തിട്ട് പോലും അണികളെല്ലാം തന്നെ രാഹുലിനോടൊപ്പമാണ് എന്നുള്ളതാണ് മറ്റു സത്യം. പക്ഷേ ഒരു കാര്യമുണ്ട്, യാതൊരു ഉറപ്പുമില്ലാത്ത നട്ടിൽ ഉറപ്പില്ലാത്ത ഒരു KPCC പ്രസിഡന്റ് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനല്ല, കേരള നിയമസഭയിൽ പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഇത്രമാത്രം നിയമവിരുദ്ധമായി പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷം എന്ന പേരിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞിരിക്കുന്ന സതീശനും അയാളോടൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ നിരയിലുള്ള MLA-മാരുടെയും കഴിവുകേടാണെന്നും അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ മുമ്പിലുള്ള മുട്ടുകുത്തലുമാണ് എന്നുള്ളതാണ് സത്യം. ഏത് പാർട്ടിക്കാരനോ ആയിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, എന്ത് ജോലി ചെയ്യുന്നവനായിക്കോട്ടെ, അയാളെ അറസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ? ഒരു MLA അറസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ? പ്രിവിലേജ് ഉണ്ടല്ലോ MLA-ക്ക്, ആ പ്രിവിലേജ് ഉണ്ടോ അയാൾ കൊടുത്തിട്ടുണ്ടോ? കൈവിലങ്ങ് വെച്ചുകൊണ്ട് നടക്കാനും കേരളം മൊത്തം കൊണ്ട് നടക്കാനും അയാൾ അങ്ങോട്ട് ചെന്നാരെങ്കിലും റേപ്പ് ചെയ്താണോ എന്നുള്ളതാണ് സത്യം. ആ സത്യത്തിന് മേലിലാണ് ജനം അയാളോടൊപ്പം നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തിട്ടുള്ള അയാൾ ശിക്ഷിക്കപ്പെടണം. അതിന് വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്. ഹൈക്കോടതി ഉൾപ്പെടെയുള്ളതിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അയാളെ അറസ്റ്റ് ചെയ്തത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു കോടതി ലക്ഷ്യം തന്നെയാണെന്നുള്ള സത്യം. മറ്റൊരു കോടതിയിലെ നിരീക്ഷണത്തിൽ അയാൾ മുൻകൂർ ജാമ്യത്തിൽ അയാളെ നോട്ട് അറസ്റ്റ് നിൽക്കുന്ന സമയത്താണ്. അത് ആ കേസിലേക്കേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഈ കേസിലും അത് ബാധകമാണെന്നാണ് നിയമം അറിയാവുന്നവർ പറയുന്നത്. ഒന്നാമത് അയാൾക്ക് നോട്ടീസ് കൊടുക്കണമായിരുന്നു, അത് ഒപ്പം തന്നെ കോടതി അറിയിക്കണമായിരുന്നു ഈ സംഭവം, ഹൈക്കോടതിയെ. ആ കേസിൽ ഞങ്ങൾക്ക് അറസ്റ്റുള്ള അവസരം വേണമെന്ന് പറയാമായിരുന്നു, അത് പറഞ്ഞില്ല. അതൊക്കെ പറയാനുള്ള ബാധ്യത ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നുള്ള സത്യം. അത് മാധ്യമങ്ങളും അവരുടെ എതിരാളിയെ തങ്ങൾ എന്ത് ചോദിച്ചാലും എതിർക്കുന്ന ഒരാളിനെ, നഖശികാന്ത് എതിർക്കുന്ന ഒരാളിനെ തച്ചുടച്ച് കാണിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഒരു ചാനലിൻ്റെ അവതാരക അടച്ചിട്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ MLA ഓഫീസിൽ പോയി ക്യാമറയും കൊണ്ട് നടക്കുന്ന കണ്ടു. അവർക്കായിരുന്നു ഏറ്റവും വലിയ ആവേശം രാഹുലിൻ്റെ അറസ്റ്റ് കൊണ്ട്. എന്ത് സംഭവിച്ചു നടന്നത്. എത്ര കിട്ടി നിങ്ങൾക്ക് ഇതൊക്കെ എന്നാണ് ചാനലുകാരോട് ചോദിക്കാനുള്ളത്. ഞാൻ വേറൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇന്നിപ്പം പിണറായി വിജയനാണ് വലിയ കക്ഷിയെങ്കിൽ നാളെ വേറൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാൽ അദ്ദേഹത്തെ ദൈവമായിട്ട് കാണും. കാരണം നിങ്ങൾക്ക് പരസ്യം ആവശ്യമാണല്ലോ, നിലനിൽപ്പ് ആവശ്യമാണല്ലോ, നിങ്ങളുടെ കാര്യങ്ങൾ ആവശ്യമാണല്ലോ. പക്ഷേ നിങ്ങൾ ഈ സമൂഹത്തോട് കൊടുക്കുന്ന ചെറിയ മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജ് തെറ്റാണ്. കാരണം നിങ്ങളെ വിശ്വസിക്കാനും ഇവിടുത്തെ ജനങ്ങൾ, അത് ഇവിടുത്തെ ഭരണക്കാരായാലും പ്രതിപക്ഷമായാലും ആരായാലും, നിങ്ങളുടെ ഈ നിയമസഭയിലെ ഒരു MLA-ക്കെതിരെ ഇത്തരം കിരാതമായൊരു നടപടി പോലീസ് എടുത്തിട്ട് പോലും മിണ്ടാട്ടമില്ലാത്ത കേരളത്തിലെ MLA-മാരെ പറ്റി എന്താ പറയണ്ടേ? എവിടെ മാത്യു കുഴൽനാടൻ, എവിടെ ചാണ്ടി ഉമ്മനിന് വൈരാഗ്യമുണ്ട്. ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതുപോലെയാണ് അബിൻ വർക്കി, അവന് ഇതിനൊക്കെ വലിയ ദ്രോഹം ഉണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ അവന്മാരങ്ങ് വിനിയോഗിച്ചു ഈ കാര്യത്തിൽ എന്നുള്ളതാണ് സത്യം. അതിനുവേണ്ടി സരിന് സപ്പോർട്ട് ചെയ്തോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്.
അപ്പോൾ ആ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് പിണറായി വിജയൻ്റെ കഴിവോ എന്ന് വെച്ചല്ല, സതീശൻ ഉൾപ്പെടെയുള്ള ആളുടെ കഴിവുകേടാണ് എന്നുള്ളതാണ് സത്യം. ഏതൊക്കെ രീതിയിൽ അയാളെ അപമാനിക്കാൻ ശ്രമിച്ചോ അതിനിരട്ടി ജനപിന്തുണ അയാൾക്ക് ലഭിക്കുന്നതിൻ്റെ കാരണവും സത്യം അവൻ്റെയോടൊപ്പമാണ് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഞാൻ അവൻ്റെ വാക്കുകളെ കടമെടുക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യൻ നിയമങ്ങൾക്കുമെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യവും അവൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതുതന്നെയായിരിക്കും സത്യം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന തെളിവുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്ദി, നമസ്കാരം.